ഹായ് ഹലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് എൻ്റെ അമ്മ വീട് വെള്ളിമണാണ്. വെള്ളിമൺ ആ വീടിൻ്റെ 4 സൈഡിലും കായലുണ്ട്. നമ്മളിപ്പം നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള കായൽ വാരത്ത് നമ്മൾ പോവുക. അവിടെ ഇങ്ങനെ ബെഞ്ചൊക്കെ പടിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് കടത്തുവള്ളമാട്ടോ. കടത്തുവള്ളം എന്ന് വെച്ചാൽ ഈ കരയിൽ നിന്ന് ആൾക്കാരെ കയറ്റി അപ്പുറത്തെ കരയിൽ കൊണ്ടിറക്കും. അപ്പുറത്തെ കരയെന്ന് പറയുമ്പോൾ പെരുമൺ എൻജിനീയറിംഗ് കോളേജിൻ്റെ അടുത്ത്. അവിടുന്ന് അക്കരെ ഇറങ്ങിയിട്ട് ഒരിച്ചിരി മേപ്പോട്ട് കയറുമ്പോൾ എൻജിനീയറിംഗ് കോളേജിൻ്റെ മതിൽ കാണാം. അവിടെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും വീടൊക്കെ അവിടെയാണ്, പെരുമണ. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ഞങ്ങളെപ്പോഴും അക്കരെ പോവും. അക്കരെയെന്ന് വെച്ചാൽ ഈ പെരുമൺ അച്ചമ്മ, അമ്മാമ്മ, അപ്പൂപ്പൻ, മാമന്മാരുടെ മക്കൾ ഒക്കെ അവിടെ അല്ലേ. ഞങ്ങളുടെ അച്ഛ ബന്ധുക്കളും അമ്മ ബന്ധുക്കളും എല്ലാം പെരുമണ. ഞങ്ങൾ ഈ വള്ളത്തിൽ അക്കരെ പോവും. വൈകിട്ട് അവിടെ നിന്ന് തിരിച്ചു വരും. ചിലപ്പോൾ ഒരാഴ്ച അങ്ങനെയൊക്കെ എപ്പോഴും ഈ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കൊച്ചു പിള്ളേർ യാത്ര ചെയ്തിട്ടുണ്ട്. അച്ഛനും അമ്മയൊന്നും കൂടെ വരത്തില്ല. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഞങ്ങൾ വന്ന് ചാടി കയറി വള്ളത്തിലിരിക്കും. ആ മാമൻ കൊണ്ട് അക്കരയാക്കും. അന്നൊക്കെ ഞങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ഇറങ്ങി വരുന്ന 2 സൈഡിലും കാട് പിടിച്ച് കിടക്കുന്നില്ലേ. അന്ന് കാടൊന്നുമില്ല, വീടുകളും ആളും അനക്കവും ഒക്കെ ഉണ്ട്. ഇപ്പോഴെന്ന് വെച്ചാൽ മൊത്തം കാട് പിടിച്ചൊക്കെ കിടക്കുന്നുണ്ടോ. ഈ വള്ളം തുഴയാൻ ആളില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തുഴയും കേട്ടോ. ഞങ്ങൾ ഒരറ്റത്ത് ഞങ്ങളിരുന്ന് തുഴയും, മറ്റേ അറ്റത്ത് ഈ വള്ളത്തിലുള്ള മാമൻ തുഴയും. അങ്ങനെ ഞങ്ങൾ യാത്രക്കാരെപ്പോഴും കാണും ഈ വള്ളത്തിൽ പോവാനായിട്ട്. അങ്ങനെ നല്ല രസമായിരുന്നു. പക്ഷേ ഇപ്പം ഒക്കെ എന്ന് വെച്ചാൽ പേടിയാണ്. ഈ വള്ളം ഒന്ന് കാറ്റത്തൊന്ന് ഒലയുകയാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഇപ്പം. അന്നൊന്നും പേടിയൊന്നുമില്ല. എപ്പോഴും അങ്ങ് പെരുമൺ പോവും, തിരിച്ചു വരും. സ്കൂൾ അവധിയാണെന്നുണ്ടെങ്കിൽ ഉടനെ പെരുമൺ പോവും. നമുക്കൊരു പേടിയൊന്നുമില്ലേ? ചാടി ചാടി പോകുന്നു. കൊച്ചുനാളിലൊക്കെ ഞങ്ങൾ എപ്പോഴും അക്കരെ പോവും. അതവിടെ അമ്മയുടെ വീട്. എവിടെ? കുടിയമ്മാവിൻ്റെ വീട്. സൂം ചെയ്യട്ടെ. അവിടെയാണ് ഗൈസ് അടുത്ത് പറഞ്ഞത്. പഴയ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അമ്മയുടെ വീട് തോണ്ട് അവിടെയാണ്. ഞങ്ങൾ ആളുമായി ഏറ്റവും ചേർത്ത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആ തണ്ട് പരിക്കും. ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ ഇരിക്കും. അറ്റത്തൊക്കെ പോയിരിക്കും. പേടിയൊന്നുമില്ല. ഇപ്പോഴത്തെ കണക്കത്തെ പേടിയില്ല അന്ന്. ഞങ്ങൾ വള്ളക്ക് കൂലിയൊന്നും കൊടുക്കണ്ട. ഞങ്ങളവിടെ ജോലിക്ക് കരക്കും. അവിടെ ഒരു കടമുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് ആ കയറ്റം കയറുന്നത് അമ്മ വീട്. എപ്പോഴും പോവും വരും ഈ സ്ഥലത്ത്. അതൊരു പേടിയില്ല. വള്ളം കാണുമ്പോൾ പേടിയൊന്നുമില്ല. പക്ഷെ അന്നത്തെ കായലല്ല ഇപ്പം ഭയങ്കര അപകടങ്ങളൊക്കെയാ. ഇപ്പൊ അങ്ങനെ കഴിഞ്ഞു പോകാൻ പേടിയാ. അന്നൊന്നും പേടി ഇത്ര ഇല്ല. മീൻപിടുത്തക്കാർ എപ്പോഴും കായലിൽ മീൻപിടുത്തക്കാരുണ്ട്. ഞങ്ങളുടെ കയ്യിലൊരു കവറും പൈസയും തന്ന് വിടും. ഞങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ട് ഞങ്ങൾ മീൻ മേടിച്ചുകൊണ്ട് പോകും കേട്ടോ. അന്നൊക്കെ 10 രൂപയ്ക്കാണ് മീൻ മേടിക്കുന്നത്. 10-20 രൂപയ്ക്കൊക്കെ മേടിക്കും. ഇഷ്ടംപോലെ മീൻ കിട്ടും. തേട്, കാരൽ, നന്തൽ, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ മീൻ കിട്ടുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ അങ്ങനെ വലക്കാരെയൊക്കെ കാണുന്നില്ല. മീനും കുറവാണ്. അദ്വൈതും കൂടി എന്നതാണ്ട് ചൂണ്ടയിടാനായിട്ട് നീളമുള്ള കമ്പൊക്കെ
ആക്കിക്കൊണ്ട് വരുവാട്ടോ. ചൂണ്ടയൊക്കെ ആയിട്ട് വരുവാണ്. ഇപ്പം കായലിലെ മീനെയൊക്കെ പിടിച്ച് കരക്കിടുമെന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ കായലിൽ മീനൊന്നുമില്ല, ഭയങ്കര കാറ്റും വെള്ളപ്പൊക്കവും. കായലിൽ മീനൊന്നും കാണുന്നില്ല. അവർ ചൂണ്ടയിട്ടിട്ടൊന്നും അവർക്കൊന്നും ഒന്നും കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങൾ ചൂണ്ടയിട്ടിട്ട് ഒന്നും കിട്ടിയില്ല ഞങ്ങൾക്ക്. പക്ഷേ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നത്തില്ല കേട്ടോ, അത്ര നല്ല കാറ്റ്. നമ്മൾ ആ കായലുവാരത്തിരുന്നിട്ടുണ്ടല്ലോ, എന്തൊരു നല്ല പ്രകൃതിയുടെ ആ ഒരു എന്താ പറയുക, നല്ല രസമായിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നത്തില്ല. അത്ര നല്ല രസത്തിലുള്ള പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കുഞ്ഞാമ്മയുണ്ടല്ലോ, വള്ളത്തിനകത്ത് ഇറക്കിയിട്ട് കുഞ്ഞാമ്മി തിരിച്ച് കയറുന്നില്ല കരയ്ക്കോട്ട്. കുഞ്ഞാമ്മിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു, വള്ളത്തിൽ തന്നെ ഇരിക്കണമെന്ന്. അങ്ങനെ കുഞ്ഞാമ്മി കിടന്ന് കരയുക. സ്ഥലത്തൊക്കെ ഒരുപാട് ഓടിക്കളിച്ച പിള്ളേരാണ് ഞങ്ങൾ. ഇപ്പം ദാണ്ട കൊച്ചുമക്കളെ നോക്കി എറണാകുളത്തിരിക്കുന്നു. ഇപ്പം ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പഴയ ഓർമ്മകൾ, നമ്മൾ പാവാടയൊക്കെ കുട്ടിപ്പാവാടയൊക്കെ ഇട്ട് തുള്ളിച്ചാടി ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതും, സ്റ്റെപ്പുണ്ട്, ആ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരുന്നതും, വള്ളത്തിൽ ചാടിക്കയറി ഇരിക്കുന്നതും, പിന്നെ വള്ളം തുഴയുന്നതും, അക്കരെ അങ്ങോട്ട് ചെന്നിട്ട് ആ കയറ്റം അങ്ങോട്ട് കയറുന്നതാണ് അമ്മൂമ്മയുടെ വീട്, അമ്മാമ്മയുടെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 3-4 വീടിൻ്റെ അപ്പുറത്താണ് അച്ഛൻ്റെ വീട്, മാമൻ്റെ വീട്. ഇതെല്ലാം അടുത്തടുത്താണ്. മൂത്ത മാമൻ്റെ വീട് മാത്രം കുറച്ച് ദൂരെ. എന്നിട്ട് നടന്ന് അങ്ങ് പോവുകയും ചെയ്യും. കൊച്ചു പിള്ളേരിലെ കിലുക്കി പോകുന്ന കണക്കങ്ങ് പോവും ഞങ്ങൾ. നമ്മളവിടെ ആരും വഴക്ക് പറയത്തോ, അയ്യോ അങ്ങോട്ട് പോവല്ലേ ഇങ്ങോട്ട് പോവല്ലേ വള്ളത്തിൽ കയറില്ലേ എന്നൊന്നും ആരും പറയത്തില്ല. നമുക്ക് പേടിയില്ല അതുകൊണ്ട്. അതേസമയം ഇപ്പം നമ്മൾ കൊച്ചുങ്ങളെ പുറത്തിറക്കാൻ പേടി. കുഞ്ഞ് ബഹളം വെക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? ഞാൻ വള്ളത്തിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്നതിനാണ് കേട്ടോ. വിട്, വള്ളത്തിൽ പോട്ടെന്ന്, വള്ളത്തിൽ കയറണമെന്ന്. അതിനാ കുറേ സമയം കായൽ വാരത്ത് ഒക്കെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു താണ്ട വീട്ടിൽ വന്ന് കേട്ടോ. ഇതാണ് എൻ്റെ വീട്. അവിടെ കണ്ടോ മയിലുകളൊക്കെ ഉണ്ട് കേട്ടോ. അമ്മയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ കൊല്ലത്തേക്ക് പോവുക കേട്ടോ. മൂത്ത ചേച്ചി പുത്തൂര താമസിക്കുന്ന അവരും യാത്ര പറഞ്ഞ് ഇറങ്ങി, ഞങ്ങളും ഇറങ്ങി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ അമ്മ വീട്ടിൽ കൂടാറുണ്ട് ഞങ്ങളെല്ലാവരും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്കും ചെയ്ത്, ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത്, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരാം. ബൈ.